ഓക്കെ, എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ടേബിൾ അല്ലേ. അതിൽ കളർ ഓഫ് സണ്ണിൻ്റെ കളറ്. ഓക്കെ, ദെൻ കളർ ഓഫ് ഫാദർ ഐസ്, നേരത്തെ പോലെ തന്നെ കളർ ഓഫ് ഫാദർ ഐസ്, ഫാദറിൻ്റെ കണ്ണ്. ദെൻ ടോട്ടല്. പിന്നെ ഇതിൽ വരുന്ന 2 ഭാഗമാണ്. ഓക്കെ, ഇതിലൂടെ ഒരെണ്ണം വരും ഐസ് ഡാർക്ക് നോട്ട് ഡാർക്ക് അല്ലേ. ഇതിൽ ഐസ് ഡാർക്ക്, ഇവിടെ നോട്ട് ഡാർക്ക്. ഓക്കെ, ഇതാണ് വരുന്നത്. ഇത് നമ്മൾ നോക്കാം, ഡാറ്റാസ് എഴുതാം. നമുക്ക് കിട്ടിയിട്ടുള്ള ഫ്രീക്വൻസികൾ നമ്മളിതിൽ എഴുതണം. ഓക്കെ, നമുക്ക് കിട്ടിയിട്ടുള്ള എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി നമ്മൾ നേരത്തെ ചെയ്തു. ഫസ്റ്റ് 35.86, പിന്നെ രണ്ടാമത് 222.14, 242.14, 1499.86. അത് ടോട്ടൽ ചെയ്താൽ എന്താ കിട്ടുക? കൂട്ടി നോക്കി നോക്കൂ. 278, 1722, 258, 1742, ടോട്ടൽ 2000 അങ്ങനെ കിട്ടാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് chi-square ഇക്വേഷനിൽ ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് കിട്ടുള്ള ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസ് അടിയിൽ എഴുതാം. 100, സോറി 1000 അല്ല, 100, 158, 178, 1564. ഈ കറസ്പോണ്ടിങ് നമുക്ക് കിട്ടിയിട്ടുള്ള എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എത്രയൊക്കെയാണ്? 35.86, 222.14, 242.14, 1499.86. നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? O മൈനസ് ഇ ദ ഹോൾ സ്ക്വയർ കാൽക്കുലേറ്ററിൽ ചെയ്യാം. 4113.94, 4113.94, 4113.94, 4113.94. O മൈനസ് ദ സ്ക്വയർ കിട്ടി. ഇനി ഇവിടെ O മൈനസ് ഇ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 114.72. നോക്കട്ടോ, 18.52, 16.99, 2.74. ഓക്കെ, അതിൻ്റെ സിഗ്മ എന്ന് പറയുമ്പോൾ 152.97. ഇതെന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതായത് സിഗ്മ ഒബ്സർവ് ഫ്രീക്വൻസി മൈനസ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇ. അതെന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? 152.97 കിട്ടി ഇല്ലേ? ഇപ്പോൾ ഇത് നമുക്ക് കിട്ടി. ഇനി ഇതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് എത്രയാണ്? കോളം -1 ഇൻറ്റു റോ -1, ദാറ്റ് ഈസ് 2 - 1 ഇൻറ്റു 2 - 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഡിഗ്രി ഓഫ് ഫ്രീഡം 1 കിട്ടി. ഇനി നമ്മൾ ഹൈപ്പോത്തസിസ് എന്താണ് സെറ്റ് ചെയ്തത്? നോ അസോസിയേഷൻ ബിറ്റ്വീൻ ദ കളർ ഓഫ് ദ ഫാദേഴ്സ് ആൻഡ് ദാറ്റ് ഓഫ് ദ സൺസ് ഐസ്. അതായത് ദർ ഈസ് നോ അസോസിയേഷൻ, രണ്ട് തമ്മിൽ എന്തില്ല? ദർ ഈസ് നോ അസോസിയേഷൻ ബിറ്റ്വീൻ the color of father eyes and the color of father eyes and son's eyes അല്ലേ? നമ്മൾ തമ്മിൽ ഡിഫറൻസ് ഇല്ലാന്നാണ് പറയുന്നത്. നമുക്ക് കിട്ടിയിട്ടില്ല. ഇനി നമ്മൾ ടേബിൾ വാല്യൂ chi-square അൽഗോരിതം ടേബിൾ എടുക്കുക. അതിൽ chi-square അനാലിസിസിൻ്റെ chi-square ടെസ്റ്റിൻ്റെ ടേബിൾ ഉണ്ടാവും. അതിൽ നോക്കുക. നമുക്ക് ഡിഗ്രി ഓഫ് ഫ്രീഡം 1 കിട്ടിയുള്ളത്. അതായത് 1 ഡിഗ്രി ഓഫ് ഫ്രീഡം അറ്റ് 5% ലെവൽ. അതായത് 1 ഡിഗ്രി ഓഫ് ഫ്രീഡം
1 degree of freedom at 5% level of significance അല്ലേ? എത്രയാണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്? ടേബിൾ നോക്കുക, ഈക്വൽ ടു 3.84 ആണ് അല്ലേ? അപ്പോൾ അതായത് ദ വാല്യൂ ഈസ് ഹയർ ദാൻ ദ ടേബിൾ വാല്യൂ അല്ലേ? ടേബിൾ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള വാല്യൂ എന്താണ്? ടേബിൾ വാല്യൂവിനേക്കാളും ഹയർ ആണ്. അപ്പോൾ നമ്മൾ എന്തെഴുതാം? കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് ഹയർ ദാൻ ടേബിൾ വാല്യൂ അല്ലേ? therefore calculated value is higher than table value അല്ലേ? higher than table value. ടേബിൾ വാല്യൂ 3.84 കാൽക്കുലേറ്റഡ് വാല്യൂ 152.97 സോ വി റിജക്ട് ദ ഹൈപ്പോത്തസിസ്. സോ വി റിജക്ട് ദ ഹൈപ്പോത്തസിസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതായത് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദർ ഈസ് നോ അസോസിയേഷൻ എന്നാണ് നമ്മൾ ഹൈപ്പോത്തസിസ് കൊടുത്തുള്ള റിജക്റ്റ് ചെയ്യുകയാണ് അല്ലേ? അപ്പോൾ ദർ ഈസ് അസോസിയേഷൻ ബിറ്റ്വീൻ, രണ്ടും തമ്മിൽ ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. ദർ ഈസ് അസോസിയേഷൻ ബിറ്റ്വീൻ ദ കളർ ഓഫ് ദ ഫാദേഴ്സ്, association between the color of the fathers and that of the son's eyes and that of son's eyes. ഓക്കെ, അപ്പം നമ്മൾ റിജക്റ്റ് ചെയ്തു. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുക. ഇതാണ് ഒരു പ്രോബ്ലം. ഓക്കെ.